ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്ത പടം ഞാൻ ബെറോസ് റിവ്യൂലോട്ടാണ്. റൈറ്റർ ജിജോ പൊന്നൂസ്, പഴയ മൈഡിയർ കൂട്ടിച്ചാത്തൻ്റെ ഡയറക്ടർ. മ്യൂസിക് ചെയ്തേക്കുന്നത് ലേഡിൻ നാദസ്വരം, അത് മ്യൂസിക് മാത്രമാണ്. ബീജം ചെയ്തേക്കുന്നത് മാർക്ക് കില്ലൻ. പിന്നെ പ്രൊഡക്ഷൻ കമ്പനി അറിയാലോ, ആൻ്റണി പെരുമാവൂർ, ആശീർവാദിൻ്റെ എല്ലാം പുള്ളിക്കാരൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ അറിയിക്കാനുണ്ട്. എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ പത്തനാപുരമാണ്. പത്തനാപുരം ടൗണിൽ ആശീർവാദ്, ലാലേട്ടൻ്റെ ആശീർവാദ് സിനിമാസിൻ്റെ ഒരു തിയേറ്റർ തുടങ്ങിയിട്ടുണ്ട്. ഈ ബെറോസ് ആയിരുന്നു റിലീസാക്കാൻ പറ്റിയിരുന്നത്. എന്തോ പ്രശ്നം കാരണം അത് 2-3 ദിവസം കഴിഞ്ഞിട്ട് പ്രദർശനം കാണത്തുള്ളൂ. അവിടെ കാണാനിരുന്നതായിരുന്നു. ഇപ്പം തൽക്കാലം ഞങ്ങൾ തായലക്ഷ്മി, പുനലൂർ തായലക്ഷ്മിയിലാണ് പോയി കണ്ടത്. 3D പടത്തിനെ പറ്റി എൻ്റെ പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ നല്ല 3Dയിൽ, നല്ല അടിപൊളി 3Dയിൽ ഒരു ഊളപ്പടം എടുത്തു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഴയ ഇപ്പം ഈ ബറോസ് എന്ന് പറയുന്നത് പ്രൊമോഷൻ കൊടുത്തതെന്ന് പറഞ്ഞാലും കൊച്ചുങ്ങൾക്ക് വേണ്ടി, എന്ന് വെച്ചാൽ പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു പടമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോഷൻ കൊടുത്തേക്കുന്നത്. ഈ ഒരു പടം കണ്ടിട്ട് ഇത് ഏത് പിള്ളേർക്ക് ഇത് കണക്റ്റ് ആകുമെന്ന് കൂടെ ഒന്ന് പറയാനോ? ഇതൊരു പിള്ളേരിലോട്ടും ഈ ഒരു പടം കണക്റ്റ് ആവാൻ പറ്റത്തില്ല, ഇതൊരു വലിയവരിലോട്ടും ഒരു കണക്റ്റ് ആവാൻ പറ്റത്തില്ല. ഇത് എന്തൊക്കെയോ ഇതിനകത്ത് ഒരു നല്ലൊരു സ്റ്റോറി കണ്ടന്റ് ഉണ്ട്. പക്ഷേ ആ ഒരു സ്റ്റോറി 2-2.5 മണിക്കൂർ അങ്ങ് വലിച്ച് നീട്ടിക്കൊണ്ട് പോയിട്ട് തോന്നി. ഒരു 1.5 മണിക്കൂറിൽ നിർത്തി അത് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചെറിയൊരു കണ്ടന്റ് ഉണ്ട്, നല്ലൊരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് പറയാൻ നല്ല രീതിയിൽ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാനാണെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റിന് സാധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു 1.5 മണിക്കൂർ നിർത്തി നല്ലോണം പ്രേക്ഷകരെ കണക്റ്റാക്കി കൊണ്ടുവന്നെങ്കിൽ നല്ലൊരു മികച്ച ഒരു സിനിമയായിട്ട് ഈ ബറോസ് മാറിയേനെ. പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോർച്ചുഗീസ് സോങ്ങിൽ കൂടെയാണ് പടം തുടങ്ങുന്നത്. ആ സോങ് ഒക്കെ എടുത്തു വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ ഈ ലൊക്കേഷനൊക്കെ നല്ല രീതിയിൽ, ആ സെറ്റ് വർക്കൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ 3D കിടിലൻ 3D. നമുക്കാണെങ്കിൽ ഞാൻ ഇതുവരെ ഇത്രയും നല്ല 3D കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഡോൾബിയാണ് തായലക്ഷ്മി പുനലൂർ, അതുപോലെ അടുത്ത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും. പക്ഷേ പിന്നെ നമുക്ക് ഒരു ക്യാരക്ടറിനെ പരിചയപ്പെടുത്തണമല്ലോ. ഈ ക്യാരക്ടറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു ഫസ്റ്റ് ഹാഫ് അങ്ങ് പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി എന്നുവെച്ചാൽ ഒരു സ്റ്റോറിയിലോട്ട് അങ്ങോട്ട് ആവുന്നില്ല. നമുക്ക് എനിക്ക് 2-3 അടുത്തൊക്കെ കോട്ടുപോകാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നല്ലോണം ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയതിൻ്റെ കൂട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിനകത്ത് മറ്റേ ആ ഇസബെല്ല എന്ന് പറയുന്ന ആ പെൺകൊച്ച് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. അതിനകത്ത് ഏറെക്കുറെ ആക്ടർമാരെയും വിദേശത്ത് കൊണ്ടുവന്നതാണ്. അവരെ വെച്ച് നോക്കുവാണെങ്കിൽ, ആ പെൺകൊച്ചിൻ്റെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഭാഷ അറിയാത്ത ലുക്കൊക്കെ, അത്യാവശ്യം ലുക്കൊക്കെ കിടിലൻ ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ ആ ഭാഷ അറിയാത്തതിൻ്റെ വ്യത്യാസം നമുക്ക് ആക്ടിങ് അറിയാനുണ്ട്. കാരണം നമുക്ക് അത് അങ്ങോട്ട് എത്തുന്നില്ല, നമുക്ക് ആക്ടിങ്ങിലോട്ട് അങ്ങോട്ട് എത്തുന്നില്ല. പിന്നെ അതിനകത്ത് ഏറെക്കുറെ വിദേശികളായതുകൊണ്ട് അതിനകത്ത് അവരുടെ ആക്ടിങ്ങും കൂടുതൽ എത്തിയിട്ടില്ല. അതൊക്കെ ഈ ഡയറക്ഷൻ ചെയ്യുന്ന ലാലേട്ടൻ ശ്രദ്ധിക്കേണ്ടതാണ്. ലാലേട്ടനെ ആ ഒരു കൊട്ടാരത്തിനകത്ത് വെച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് തുടക്കം തന്നെ. പക്ഷേ ആ ലാലേട്ടനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ആക്ടിങ്ങും ഇതിനകത്ത് മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലാലേട്ടൻ ഇപ്പം നമ്മുടെ ബിഗ് ബോസിനകത്ത് ലാലേട്ടൻ വരുന്നൊരു ഇതുണ്ടല്ലോ, ആ ഒരു കാര്യം പറിച്ച് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ആറ്റിറ്റ്യൂഡ് തന്നെ പുള്ളി ഇതിനകത്തും ചെയ്തേക്കുന്നത്. കാരണം ഇതിനകത്ത് പുള്ളി ആ ഭൂതത്തിൻ്റെ ഒരു കോസ്റ്റ്യൂമും ഇതെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് ആ ഭൂതത്തിൻ്റെ ക്യാരക്ടർ പിടിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടില്ല. പുള്ളി വന്ന് ഇതേപോലെ ഓരോരുത്തർ ആ കാര്യം പറയുന്നതെല്ലാം പുള്ളിയുടെ ശൈലി തന്നെ, ആ ഒരു ക്യാരക്ടറായിട്ട് പുള്ളി മാറിയിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ ആ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുന്നിൽ വേറെ ഒരാളാണ്. പക്ഷേ അയാളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ നല്ലോണം ചെയ്യും. ഇത് ലാലേട്ടൻ തന്നെ ചെയ്തതായതുകൊണ്ട്, ലാലേട്ടൻ തന്നെ അഭിനയിക്കുന്നതായതുകൊണ്ട് എവിടേക്കോ നല്ലതായിട്ട് പാടിയിട്ടുണ്ട്. മിക്ക ആക്ടർമാരുടെയും പിന്നെ ഗുരു സോമസുന്ദരം ഒക്കെ ഉണ്ട്. പുള്ളി കോമഡി കാണിക്കാൻ നോക്കിയത്, പക്ഷേ ആർക്കും ചിരിയൊന്നും വന്നില്ല. പിന്നെ ഇത് പിള്ളേർക്ക് കണക്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഒത്തിരി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം മൈഡിയർ കുഴിച്ചാത്തനായാലും മനു അങ്കിൾ എൻ്റെ ഫേവറേറ്റ് ഒരു പിള്ളേരുടെ ആ കൊച്ചുനാളിൽ കണ്ടപ്പോഴും ഇപ്പോഴായാലും നമുക്ക് കാണാൻ പറ്റിയൊരു സിനിമയാണ് മനു അങ്കിൾ എന്ന് പറയുന്നത്. അതിനകത്ത് ആ ഒരു പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നത്, ഇപ്പം മൈഡിയർ കൂട്ടിച്ചാത്തൻ എടുത്ത് പോകുന്നത് എൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു പോന്നേക്കുന്നുണ്ട്. പിള്ളേർക്ക് വേണ്ടി മാത്രം അത് ചെയ്തിട്ടുള്ള, ആ പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയേക്കുന്നു. അപ്പോൾ ചാത്തൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അവിടെ കൊണ്ടുവരുന്നു, പിള്ളേരുടെ കൂടെ കളിക്കുന്നു, പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നല്ലവണ്ണം സ്റ്റോറിയും പറഞ്ഞു പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. പക്ഷേ ഇതിനകത്തോട്ട് വരുമ്പോൾ, ബറോസിനകത്തോട്ട് വരുമ്പോൾ ഇതിനകത്ത് ഒരു സ്ക്രിപ്റ്റ്, ഒരു ചെറിയൊരു സ്റ്റോറി ബേസിൻ്റെ അകത്ത് ആ ഒരു പ്രേക്ഷകരിലോട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു സ്ക്രിപ്റ്റിന് സാധിച്ചിട്ടില്ല. ലാലേട്ടൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. പിന്നെ ഇതിനകത്ത് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്, എഫർട്ട് ചെയ്തിട്ടുണ്ട്. 3Dയുടെയും ലൊക്കേഷൻ്റെ കാര്യത്തിനൊക്കെ എഫർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റോറി കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം മനസ്സിൽ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ എൻ്റെ ഈ ഒരു ബറോസ് എനിക്ക് കിട്ടുവാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാനാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു കൊട്ടാരം, അതിനകത്ത് നടക്കുന്ന ഒരു കഥ, എന്നിട്ട് അതിനകത്ത്
ലാലേട്ടനെ അഭിനയിക്കുവാണെങ്കിൽ ലാലേട്ടനെ അത് ആ കൊച്ചിനെ തേടി തേടി അലയുന്നതായിട്ടൊക്കെ ഉള്ള ഒരു ഫീലിംഗ് ഇതിനകത്ത് കൊടുക്കണമായിരുന്നു. ഇതിനകത്ത് യാതൊരു ഫീലിങ്ങും ഇതിനകത്ത് കിട്ടിയിട്ടില്ല. പിള്ളേർക്ക് വേണ്ടിയുള്ള ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ചുമ്മാതെ എടുത്തൊന്ന് പാളിപ്പോയ ഒരു പടമായിട്ടാണ് എനിക്ക് ഈ ബറോസ് തോന്നിയത്. ലേഡി നാദസ്വരം പുള്ളിക്കാരൻ്റെ മ്യൂസിക് ചെറിയ പയ്യനാണ്, 13-14 വയസ്സങ്ങാണ്ടുള്ള ഒരു പയ്യനാണ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുകൊണ്ട് നോക്കിയ പുള്ളിക്കാരൻ അത്രയും ചെയ്തിട്ടുണ്ട്, അത് നല്ല കാര്യം. പക്ഷേ ഇത് ആസ്വദിക്കാൻ പറ്റിയ മ്യൂസിക്കൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. പിന്നെ BGMഉം നല്ല രീതിയിൽ വന്നിട്ടില്ല. പിന്നെ ഇതിനകത്ത് കടലിൻ്റെ അടിയിലൊക്കെ ഉള്ള കുറച്ച് ഷോട്ടുകൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ലെന്നാണ് തോന്നിയത്. അതൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട്. ഒരു വെള്ളത്തിൽ കൂടെ നടക്കുന്നതൊക്കെ അത് കുറച്ചും കൂടി നല്ലതാക്കിയാൽ കൊള്ളായിരുന്നു. പക്ഷേ വെള്ളത്തിനടിയിലുള്ള കുറച്ച് സീനൊന്നും ആ ഒരു സോങ്ങും ഒന്നും ഇതിനകത്ത് ഈ ഒരു സിനിമയ്ക്കകത്തോട്ട് അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ ഇതിനകത്ത് ലാലേട്ടനെക്കാട്ടിലും കൂടുതൽ പെർഫോമൻസ് ചെയ്തത് ഇന്നത്തെ നായകനാരെന്ന് വെച്ചാൽ ഇതിനകത്ത് ഊഡു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കാണിച്ചിട്ടുണ്ട്. ഒരു CG വർക്ക് ചെയ്തെടുത്ത ഒരു രൂപം. ആ രൂപം അത് നല്ല രീതിയിൽ അതിനുവേണ്ടി വർക്കും ചെയ്തിട്ടുണ്ട്. അത് നല്ലോണം കാര്യം പറയുന്നത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു ഇമോഷനുണ്ട്. കാരണം ആ പുള്ളിക്കാരൻ തന്നെ അവസാനം ആത്മഹത്യ ചെയ്യുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഇമോഷൻ തോന്നുന്നുണ്ട്. ലാലേട്ടനെക്കാട്ടിലും കൂടുതൽ ആ ഒരു CG വർക്ക് അഭിനയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നല്ലോണം അഭിനയിച്ചത് ആ CG വർക്കാണ്. വേറെ ഒന്നും ഇതിനകത്ത് ലാലേട്ടൻ്റെ അഭിനയമൊക്കെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് സ്വന്തമായിട്ട് നിയന്ത്രിക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ടീസർ റിയാക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 3D ഒക്കെ നല്ലതായിരിക്കുന്നു. 3D അടിപൊളിയായിട്ടുണ്ട്. വേറെ ഒന്നും എനിക്ക് അതിനകത്ത് എടുത്തു പറയാൻ ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ക്രിസ്മസ് അല്ലയോ, പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാനും ഇപ്പം നമ്മളൊരു കാർണിവലിന് പോകുമ്പോൾ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് ഇറങ്ങി വരത്തില്ല. അതിനകത്ത് പല പല കാര്യങ്ങളുണ്ട്, പിള്ളേരെ കാര്യങ്ങളുണ്ട്. ചിലത് അവോയ്ഡ് ചെയ്ത് വിടുക, പിള്ളേർക്കുള്ളത് പിള്ളേരെ കാണിച്ചിട്ട് ഇറങ്ങി വരിക. ഇത് എത്ര പിള്ളേർക്ക് കണക്റ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല. എന്തോ കൂടെ കഥയും കൂടെ പറഞ്ഞു കൊടുക്കാൻ ഒരെണ്ണം കൂടെ കയറുന്നത് നല്ലതായിരിക്കും. ഇത് ഞാൻ പറഞ്ഞില്ല, പിള്ളേർക്ക് ഇത് കണക്റ്റ് ആവേണ്ട ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും കണക്റ്റ് ആവത്തില്ല ഇത് പടം. എനിക്ക് ഇത്രയാണ് തോന്നിയത്. എനിക്കൊരു എടുത്ത് പാളിപ്പോയ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എഫർട്ട് എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്ത് അറിയാനുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനു മുമ്പ് പത്തനാപുരം ആശീർവാദ് സിനിമാസിൽ എല്ലാവരും വന്നൊന്ന് പരീക്ഷിച്ച് നോക്കുക. കാണുന്ന ആരെങ്കിലും വലിയ യൂട്യൂബർമാരൊക്കെ ഉണ്ടല്ലോ, ഈ തിയേറ്ററൊക്കെ വിസിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.